Hello friends, welcome to the coffee mug. നമ്മൾ കേരളീയർക്ക് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പായസം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറുപയർ പായസമാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് ചെറുപയർ നന്നായി വേവിച്ചെടുക്കണം. ഞാനിവിടെ 250 ml അളവ് കപ്പിന് 1.5 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 360 ഗ്രാം തൂക്കമുണ്ട്. 4-5 പ്രാവശ്യം കഴുകി ചെറിയ കല്ലോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി അരിച്ചെടുത്തിട്ടുള്ളതാണ്. നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 4 കപ്പ് 3-ാം പാലും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. 1-ാം പാലും 2-ാം പാലും എടുത്തതിന് ശേഷമുള്ള തേങ്ങയിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ് ഇത്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. അടുത്തതായി ശർക്കരപ്പാനി ഉണ്ടാക്കണം. ഒരു പാത്രത്തിലേക്ക് 500 ഗ്രാം ശർക്കര പൊട്ടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. കൂടെ 1/4 കപ്പ് വെള്ളവും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കട്ടകളൊക്കെ മെൽറ്റ് ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കട്ടകളൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. ശർക്കരയിലുള്ള പൊടിയും അഴുക്കും പോകുന്നതിന് വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർക്കാം. പയർ നന്നായി ഇതുപോലെ വെന്ത് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ 3 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും വരുത്തിയാണ് ഞാൻ പയർ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി ചേർത്തിട്ട് ശർക്കരപ്പാനി കുറുക്കിയെടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ ആണ് വെക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ ശർക്കരപ്പാനി കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം 10-12 മിനിറ്റ് സമയമെടുത്ത് പാനി കുറുകി വരാൻ. ഈ ഒരു പരുവമാവുമ്പോൾ നമുക്കിതിലേക്ക് 2.5 കപ്പ് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ പിഴിഞ്ഞെടുത്ത തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്താണ് 2-ാം പാൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കണം. നമുക്കിത് വീണ്ടും കുറുക്കിയെടുക്കാം. കുറുകി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒരുമാതിരി കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായി ഇളക്കി ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുമാണ്. ഇവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർക്കാം. അതിനു മുൻപ് 2 നുള്ളു ഉപ്പ് ചേർക്കുകയാണ് ഞാൻ. നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഏകദേശം 12-13 മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. പായസത്തിൻ്റെ ചൂട് ആറിക്കഴിയുമ്പോൾ കുറുകി വരും. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് കുറുക്കിയെടുക്കുക. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട്
ഇതിലേക്ക് 1.5 കപ്പ് ഒന്നാം പാൽ ചേർക്കുകയാണ്. ഒരു വലിയ തേങ്ങയിൽ നിന്നാണ് ഞാൻ തേങ്ങ ചിരകി എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 4 കപ്പുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് ഒന്നാം പാല്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. നന്നായി ചൂടായി ആവി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഒരു കാരണവശാലും തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. തീ ഓഫ് ചെയ്തതിന് ശേഷവും 1 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് പായസത്തിലേക്ക് തേങ്ങാ പീസുകളും കാഷ്നട്ടും കിസ്മിസും വറുത്ത് ചേർക്കണം. അതിനായി ഒരു ചെറിയ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെറിയ പീസുകളായി അരിഞ്ഞത് ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഇനി ഇത് കോരിയെടുക്കാം. അതിനുശേഷം 10 കാഷ്നട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. കളറ് മാറി തുടങ്ങുമ്പോൾ 1 പിടി കിസ്മിസും കൂടി ചേർത്ത് വറക്കാം. ഉണക്കമുന്തിരി വീർത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വറുത്ത നെയ്യോട് കൂടി ഇത് പായസത്തിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ അടപ്രഥമൻ്റെയും പാലടയുടെയും സേമിയ പായസത്തിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്